നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ എച്ച് ഫയൽ ഓപ്പൺ ആയതുകൊണ്ട് എച്ച് ഫയലിലൂടെയും മധ്യഭാഗം ബ്ലോക്ക് അല്ലാത്തത് കൊണ്ട് മധ്യഭാഗത്തു നിന്നും വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ എല്ലാ പീസുകളും വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ പൊസിഷനിലെ ഫസ്റ്റ് മൂവ് വൈറ്റിനാണ്. ഇങ്ങനെ ഒരു പൊസിഷൻ വരികയാണെങ്കിൽ വൈറ്റും ബ്ലാക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ കിങ് സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകണം. മറ്റു കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഡിഫെൻസ് ചെയ്തതിന് ശേഷമാണ് ഒരു അറ്റാക്ക് തുടങ്ങുന്നതിന് നല്ലത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് F8, ബിഷപ്പ് F8 എന്ന നീക്കം നടത്തുമ്പോൾ H1-ൽ ഇരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് H8-ൽ ഇരിക്കുന്ന ബിഷപ്പിന് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. എന്നാൽ ക്യൂൻ H6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ് രൂപപ്പെടുത്തിയെടുക്കുവാനും വൈറ്റിന് സാധിക്കുന്നു. അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ F6-ലിരിക്കുന്ന നൈറ്റ് H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഈ പൊസിഷൻ ബ്ലോക്ക് ചെയ്യുവാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. റൂക്ക് ക്രോസ് F8, കിങ് ക്രോസ് F8 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ റൂക്ക് ക്രോസ് H8 പ്ലസ് കിങ് G7, ക്യൂൻ H6, റൂക്ക് ക്രോസ് H8 പ്ലസ് കിങ് ക്രോസ് H8, ക്യൂൻ H6 പ്ലസ് നൈറ്റ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കില്ല. റൂക്ക് H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂ ക്രോസ് H7 എന്ന ഒരു ചെക്ക് മേറ്റ് രൂപപ്പെടുത്തിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് G8. ഇപ്പോൾ വൈറ്റ് റൂക്ക് H1 എന്ന നീക്കം നടത്തുന്നതിന് പകരം F6-ൽ ഇരിക്കുന്ന നൈറ്റിനെ അവിടെ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കണം. നൈറ്റ് D5, നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂൻ E7-ലിരിക്കുന്ന പോൺ, F6-ലിരിക്കുന്ന നൈറ്റ് എന്നിവയെ ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. എന്നാൽ C3-ലിരിക്കുന്ന നൈറ്റ് അവിടെ നിന്ന് മാറുന്ന സമയത്ത് റൂക്ക് ക്രോസ് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ഈ ഒരു ചെക്ക് നൽകുവാനുള്ള അവസരം ലഭിക്കാൻ കാരണം വൈറ്റ് ക്യൂൻ സൈഡിലേക്ക് ക്യാസ്ലിംഗ് ചെയ്യുകയും C5 ബ്ലാക്ക് വളരെ തന്ത്രപരമായി ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോൾ C5-ൽ ബ്ലാക്കിന് ഒരു സെമി ഓപ്പൺ ഫയൽ ലഭിക്കുകയും ചെയ്ത സ്ഥിതിക്ക് വൈറ്റിൻ്റെ കിങ്ങിനെ KB1 എന്നൊരു നീക്കം നടത്തേണ്ടതുണ്ടായിരുന്നു. ആ ഒരു നീക്കത്തിൽ വൈറ്റ് അലംഭാവം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള കൗണ്ടർ അറ്റാക്കുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് കളിക്കുന്ന സമയത്ത് നമ്മളുടെ കൗണ്ടർ അറ്റാക്കുകൾ ഒഴിവാക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കിങ്ങും മറ്റു പീസുകളും സുരക്ഷിതമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അറ്റാക്ക് കമ്പോസ് ചെയ്യുക. അല്ലെങ്കിൽ സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ പുതിയ ഒരു അറ്റാക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ പാടുള്ളൂ. കിങ് B1, വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് G2-ലിരിക്കുന്ന പോണിനെ വെട്ടിയെടുത്താൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ത്രെട്ട് നൽകുവാൻ സാധിക്കും. പക്ഷേ N ക്രോസ് E7 എന്ന ഒരു നീക്കം ലഭിച്ചാൽ ബ്ലാക്ക് അടുത്ത ഒരു നീക്കത്തോടു കൂടി തന്നെ ചെക്ക്മേറ്റ് ആകുന്നു. നൈറ്റ് ക്രോസ് D5, ബ്ലാക്കിൻ്റെ നൈറ്റ് F6-ൽ നിന്നും D5-ലിരിക്കുന്ന നൈറ്റിനെ വെട്ടിയെടുക്കുമ്പോൾ റൂക്ക് H1 എന്ന നീക്കത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. റൂക്ക് H1. ഇനി ഒരു നീക്കം ലഭിക്കുകയാണെങ്കിൽ ക്യൂൻ H8 ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് ക്രോസ് B2 പ്ലസ് റൂക്ക് ക്രോസ് B2 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുമ്പോൾ കിങ് ക്രോസ് B2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് വളരെ ശക്തമായ ഒരു അറ്റാക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. കിങ് A1, റൂക്ക് ക്രോസ് A2 പ്ലസ് ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് A2-ലിരിക്കുന്ന റൂക്കിനെ വെട്ടിയെടുക്കുവാൻ നിർബന്ധിതമാകുന്നു. കിങ് ക്രോസ് A2. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ്ങിന് സംരക്ഷണമായിട്ടുള്ളത് ഒരു നൈറ്റ് മാത്രമാണ്. എന്നാൽ ആ നൈറ്റ് വളരെ പവർഫുള്ളാണ്. നൈറ്റ് C3 പ്ലസ് കിങ് A1, KA1 എന്ന നീക്കം നടത്തുമ്പോൾ ഇനി ബ്ലാക്കിന്
പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും തന്നെ നടത്തുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് വൈറ്റ് K1 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് ഈ കളി റിസൈൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ കളി റിസൈൻ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ബിഷപ്പ് H3 റൂക്കിൻ്റെ മുൻപിലോട്ടുള്ള നീക്കത്തെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. റൂ ക്രോസ് H3 ക്യൂൻ A5 പ്ലസ്. ഇപ്പോൾ നൈറ്റിന് വെട്ടാവുന്ന ഒരു സ്ക്വയറിലാണ് ബ്ലാക്കിൻ്റെ ക്യൂനിരിക്കുന്നത്. നൈറ്റ് ക്രോസ് A5, നൈറ്റ് ക്രോസ് E4, ക്യൂൻ H7 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.